എടാ വാസു, മോക്കടെ കല്യാണമാ, പന്തൽ ഉഗ്രനായിരിക്കണം. ഇതുപോലൊരു പന്തല് ആരും കണ്ടിട്ടുണ്ടാവാൻ പാടില്ല, ഇനിയൊട്ട് കാണാനും പാടില്ല. പന്തല് നമ്മുടെ വീട്ടിലല്ല. അറിയാം, കൊട്ടാരം വീട്ടിലല്ലേ. ചെറിയ മുതലാളി എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ആഹാ, അവരെ ഏൽപ്പിച്ചും കഴിഞ്ഞ. ആ പിന്നെ പന്തലിന് മുമ്പിൽ വെക്കണ ഒരു സാധനമുണ്ടല്ലോ, എന്താണത്? ചീനവേലി. എന്ത് വയ്യാവേലിയെങ്കിലും ആവട്ടെ, നല്ല നിറത്തില് വേണം. എന്നാ ചോരക്കളറാക്കിയാലോ? ചോരക്കളമാവാതിരുന്നാ മതിയായിരുന്നു. എന്താ? അല്ല, ചോരക്കളർ നല്ലതാന്ന് പറയായിരുന്നു, സന്ദർഭത്തിന് ചേരും. ഇനിയൊന്നും പറയണല്ല, എല്ലാം അതിന്റെ ഒരു രീതിക്ക് അങ്ങ് ചെയ്തേക്കണം. എനിക്ക് ആകെയുള്ള ഒരു മോളാ. അല്ല, മുതലാളിയുടെ മോളുടെ ആണോ കല്യാണം? അപ്പൊ നിനക്ക് ഈ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? അല്ല, ചെറിയ മുതലാളി പറഞ്ഞു ചെറിയ മുതലാളിക്കും ഒറ്റ മോള. അത് പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ അറിഞ്ഞൂടെ? രണ്ടുപേർക്ക് ഓരോ മക്കളുള്ളൂന്ന്. പന്തലിടാൻ പറഞ്ഞ പന്തലിടുക, ആവശ്യത്തെ കാര്യങ്ങൾ അന്വേഷിക്കണം. വോട്ട് സാരമില്ല, വണ്ടി പ്രസിലേക്ക് വിടറാ. അടിയന്തരത്തിന് പറ്റിയ പന്തലുണ്ടാവുക ഉണ്ട്, ഒരെണ്ണം വേണ്ടി വരും. പോവാം. എടോ, അനിയമ്പാവയുടെ മകൾക്ക് കല്യാണമാ. കല്യാണക്കുറിയുടെ വർക്ക് നമുക്കാ. ഓളടിച്ചല്ലോ. ചെറുക്കലോടുന്നാ പ്രേമേന്ദ്രൻ പേര്. കൊട്ടാരം വീട്ടിലെ ആണത്രേ. കൊട്ടാരം വീട്ടുകാരുമായി അനിയമ്പാവയുടെ മകൾക്ക് സംബന്ധം? എന്താ അസംബന്ധമാണ് ഈ പറയുന്നത്? ശരിയാടോ, ഇതിപ്പോ അനിയമ്പാവ നേരിട്ട് വന്ന് പറഞ്ഞതാ. കേട്ടിട്ട് തന്നെ എന്തോ കുഴപ്പമുള്ള പോലെ തോന്നുന്നു. എങ്കിൽ അതൊരു കാഴ്ച തന്നെ ആയിരിക്കും. ചേട്ടൻ വന്നിരിക്കുന്നു. എന്റെ അമ്മച്ചി, ഒരുത്തൻ വന്ന് ഏൽപ്പിച്ചിട്ട് ഇപ്പൊ പോയതുള്ളൂ, അപ്പോഴേക്കും അടുത്തവൻ ചോദിക്കാൻ എത്തിയോ? മുതലാളി പണിയൊന്നും തുടങ്ങിയിട്ടില്ല. ചെറിയ മുതലാളി വന്നു പോയിട്ട് 1/2 മണിക്കൂറായിട്ടുള്ളൂ. അവൻ ഇവിടെയും വന്നാ അവന്റെ ഒരു കാര്യം. ചെറിയ മുതലാളി കാർഡിന്റെ സാമ്പിൾസ് കൊണ്ടുപോയിണ്ട്. അതെന്താടാ സാമ്പിൾസ്? സാമ്പിള് സാമ്പിള് സാമ്പിള്. ഇനി തീയതി മുഹൂർത്തം മാത്രം അറിയിച്ചാ മതി, അടുത്ത നിമിഷം അടി തുടങ്ങാം. തീയതി മുഹൂർത്തം അറിയണമെന്നില്ല, അതിനു മുമ്പേ അടി തുടങ്ങും. എന്താ പറഞ്ഞേ? അല്ല, അടി ഇത്തിരി നേരത്തെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാ. അതിങ്ങെടുത്തേ. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. ഈ ചേച്ചിക്ക് സെലക്ട് ചെയ്യാനേ അറിയില്ല. എന്നാലേ വേറൊരെണ്ണം കാണിച്ചു തരാം. വന്ന എങ്ങനെയുണ്ട് ചേട്ടാ? വാത് വെച്ച് ചെരുക്കം കൂട്ടാൻ പോയിട്ട്. ഞാൻ തോറ്റെന്ന് കൂട്ടണ്ട, ഞാനും ചിലതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. നിന്നെ തോപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. നടന്നത് തന്നെ. ഇത് കൊള്ളാം. അയ്യേ, ഇതൊരുമാതിരി പഴഞ്ചൻ സ്റ്റൈലാ. ദേ, ഇത് മതി. പഴഞ്ചനാണേലും സാരമില്ല, എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്. പക്ഷെ എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്. കല്യാണ പെണ്ണിന്റെ ഇഷ്ടത്തിനല്ലേ എടുക്കേണ്ടത്? എടീ, എന്റെ കല്യാണക്കുറി ചേട്ടന്റെ ഇഷ്ടത്തിനാണ് എടുത്തത്, ചേട്ടന്റെ കല്യാണക്കുറി എന്റെ ഇഷ്ടത്തിനും. അതുപോലെ ഇവിടെ കല്യാണക്കുറി അവളും, അവിടെ കല്യാണക്കുറി ഇവളും എടുക്കട്ടെ. അതൊക്കെ പണ്ടല്ലേടാ. ഇപ്പോഴത്തെ പിള്ളേരെ അവരുടെ ഇഷ്ടത്തിന് വിടുന്നതാ നല്ലത്. എല്ലാം കല്യാണ പെണ്ണിന്റെയും ചെറുക്കന്റെയും ഇഷ്ടം പോലെ നടക്കട്ടെ. പ്രേമചന്ദ്ര, സാമ്പിൾ വാങ്ങി നോക്കടാ. ഇങ്ങോട്ട് തന്നെ. സംഗതി ഒരാളുടെ കല്യാണത്തിന് അയാളുടെ ഇഷ്ടം നോക്കണമെങ്കിലും മറ്റാളുടെ ഇഷ്ടം നോക്കിയില്ലെങ്കിലും ഒരു പ്രയാസാവാതിരിക്കാൻ നോക്കിച്ചു എന്ന് വെച്ച് ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിലേ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനും തരുള്ളൂ. ചേട്ടന്റെ ഓരോ തമാശ. അങ്ങനെ നോക്കുമ്പോ എങ്ങനെ നോക്കിയാലും രണ്ടിലും അടിക്കേണ്ടി വരും. അതെന്തിനാടോ? ഒരു തർക്കം ഒഴിവാക്കാൻ. ശരിയാ, ഒരു തർക്കം വേണ്ട, രണ്ടിലും അടിച്ചോട്ടെ. താനിതിൽ ഏത് പേര് അടിക്കാൻ പോണത്? അമ്മൂന്നോ അതോ മാളൂന്നോ? രണ്ടും കൂടി ചേർത്ത് അമ്മാളൂന്ന് അടിക്കാൻ മതി. എന്റെ പേരിന്റെ കൂടെ അമ്മൂന്നല്ലാതെ വേറെ ഒരു പേരും കണ്ടുപോരുത്. കണ്ടന്റെ സ്വഭാവം പറഞ്ഞേക്കാം. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. താൻ തന്നെ പറ. താനല്ലേ ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും താൻ തന്നെ പറഞ്ഞു തന്നോണം. ഇനി ഒരാൾക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയും. മാളൂന്. നീ മാളൂവിന്റെ അടുത്ത് ചെന്ന് അതിന്റെ ഒരു മട്ടുമാതിരിക്കൊക്കെ നിന്ന് അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെ നിന്റെ മിടുക്ക്.
മാളു മ്യാവൂ 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 പതുങ്ങി പതുങ്ങി വരുന്നത് ഞാൻ കണ്ടു. അടവൊക്കെ കയ്യിലിരുന്നോട്ടെ. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ വരുന്ന അച്ഛൻ കാണണ്ട. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട്. പൊയ്ക്കോ. ഏയ്, അതല്ല വേറൊരു കാര്യം പറ്റാ. ഛേ, ഒന്നും പറയാനും പറ്റില്ല. അയ്യോ. എന്തായി? കുളമായി. എങ്ങനെ കൊളായി? അവളെന്റെ മൂക്കെ കയറി പിടിച്ചു. മൂക്കെ കയറി പിടിച്ച മൂക്കളല്ലേ വരൂ, കൊളാവൂ. ഓ, അവളുടെ അച്ഛൻ കണ്ടെന്ന്. അതെ, മുറിക്കകത്ത് കയറിയപ്പോ അമ്മയും കണ്ടു. അപ്പൊ ബന്ധം ഒന്നും കൂടി ദൃഢമാക്കിന്ന് പറ. ഇനി അവളെ ഇഷ്ടമല്ലാന്നെങ്ങാ നീ ചെന്ന് പറഞ്ഞ ശേഷക്രിയക്ക് എന്തെങ്കിലും ബാക്കി കിട്ടിയാൽ മതിയായിരുന്നു. പിള്ളച്ചേട്ടാ, നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവൻ സത്യമാണല്ലോ. സത്യമായിട്ടും സത്യമാ. ഞങ്ങളുടെ ഈ 4 കാതും കൊണ്ട് കേട്ടതാ. അത് തെളിയിക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. അത് ശരിയാക്കാം. ഇതുപോലൊരു അവസരത്തിന് വേണ്ടിയാടാ ഇത്രയും നാൾ ഞങ്ങൾ കാത്തിരുന്നത്. ഇനി തെളിയിക്കാനുള്ളതൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാം. രണ്ടാളും ഞങ്ങളോടൊപ്പം നിന്നോണം. നിൽക്കും, എന്തിനും കൂടെ നിൽക്കും. അമ്മുവിനെ വേറെ ഒരുത്തരും കൊണ്ടുപോകാൻ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല. അമ്മു നിനക്കുള്ളതാടാ, നിനക്ക് മാത്രം. നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരാം. അത് മതി. അവനിതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. 2 ദിവസം പട്ടിണി കിടന്നു എന്ന് വെച്ച് ചത്തൊന്നും പോവില്ല. അവസാനം ഇതൊരു ഏടാകുളമായത്. എന്താ കൊട്ടാരം വീടിന് പേടിയുണ്ടോ? പേടിയോ? ഈ കൊട്ടാരം വീടലോ? പേടിയെന്നൊരു വാക്ക് എന്നിൽ നീ കണ്ടില്ലടോ. അതേ അതിന് കണ്ടു. ഒന്ന് ചെലക്കാതിരിക്കടാ കൊടക്കമ്പി. വാ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ഒരാളെ പേടിച്ചിട്ടുള്ളൂ. ആരെ? ഈ എന്നെ നിയന്ത്രണം വിട്ടാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അതെ അറിയില്ല. അതെ, അങ്ങനെ ഇങ്ങനെയൊന്നും മുതലാളി നിയന്ത്രണം വിടൂല. അതെ, പക്ഷേ ഇവിടെ ഞാൻ ഇത്തിരി നിയന്ത്രണം വിടും. പറ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നാളെ പ്രേമചന്ദ്രനെയും കൂട്ടി ഞങ്ങൾ അനിയമ്പാവയുടെ പന്തലിലേക്ക് ചെല്ലും. മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ്. അതേ സമയത്ത് ഞാൻ ചേട്ടമ്പാവയുടെ പന്തലിൽ ചെല്ലുന്നു, അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നു. ഒന്നും മിണ്ടാതിരടാ പുല്ലേ. അവന്റെ ഒരു അമ്മു. അനിയമ്പാവയുടെ പന്തലിൽ പ്രേമചന്ദ്രൻ വന്നാൽ അവിടെ ചോദിക്കാനായി ചേട്ടമ്പാവ വരും. അനിയനും ചേട്ടനും തമ്മിൽ വഴക്കും ബഹളവുമാവും, അടിയുണ്ടാവും. ആ സമയത്ത് പിടിച്ചു മാറ്റാൻ എന്ന പോലെ മുതലാളിയും മുതലാളിയുടെ ആളുകളും അവിടെ എത്തണം. ആ ബഹളത്തിനിടയിൽ ചേട്ടമ്പാവ കുത്തുകൊണ്ട് വീഴണം. വല്യമ്മാവനെ കുത്തി വീഴ്ത്തിയേ. പിന്നെ ഛേ, എവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. വാ, ബാക്കി പറ. ചേട്ടൻ ബാബയെ കൊന്നതിന്റെ പേരിൽ ഞങ്ങളുടെ അളിയൻ ജയിലിൽ പോയാലും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. കൊള്ളാം, നല്ല അളിയന്മാര്. അളിയന്മാരുണ്ടാണ് ഇങ്ങനെ തന്നെ വേണം. ഞാൻ ഏറ്റടാ, എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. നമസ്കാരം. നമസ്കാരം. ഇരുന്നാട്ടെ. ഇരുന്നാട്ടെ. വിസില് കേൾക്കുന്നുണ്ടോ എന്ന് എല്ലാരും ശ്രദ്ധിച്ചോണം. എല്ലാവരും ചെവിയോർത്തിരുന്നോ? വിസിലടി കേട്ടാ പിന്നെ ഒരു നിമിഷം താമസിച്ചൂടാ. എല്ലാത്തിനെയും അടിച്ച് ചുരുട്ടിയേക്കണം. വിസിലടിച്ചു. വേഗം വാ. അയ്യോ, കൊട്ടാരം വീടിന് ഇപ്പെത്തും. അടിയും തുടങ്ങും. എന്താടാ? എന്താണെന്നോ? അനിയമ്പാവെ തല്ലിച്ചേച്ചിട്ട് അങ്ങനെ പോന്നോ? തല്ലിക്കൊല്ലണവിനെ. എന്തിനാണ് ചേട്ടനെ തല്ലുന്നേ? അനിയമ്പാവ കണക്കൊക്കെ നമുക്ക് പിന്നെ തീർക്കാം. കണ്ണപ്പ, ദാസ, അടിച്ച് പുറത്താക്കണവന്മാരെ. പറഞ്ഞത് കേട്ടില്ലേ? പിടിച്ചിറക്കാനവന്മാരെ. എടാ മന്ദന്മാരെ, കണ്ണപ്പനും ദാസപ്പനും ഞങ്ങളുടെ ആൾക്കാരാ. എടാ കണ്ണപ്പ, ദാസപ്പ, ഇങ്ങോട്ട് വാടാ മക്കളെ. നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ അനിയന്റെയും ചേട്ടന്റെയും കഥ ഇന്നത്തോടെ തീർക്കാം. എന്ത് വൃത്തിയാണോ താനീ പറയുന്നത്? ഞങ്ങൾ എപ്പോഴാണ് തന്റെ ആളുകളായത്? നിങ്ങൾ വിളിച്ചിട്ടല്ലേടാ പട്ടികളെ ഞങ്ങൾ വന്നത്? ഇല്ല, ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ല. കല്ലെറുക്കി കാണിക്കാൻ ഞങ്ങൾ എന്താടാ പെണ്ണുകളാണോടാ തെണ്ടി? അയ്യേ, ചളമാക്കും. അപ്പോ നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ലല്ലേ? ഇല്ല. വിസിൽ പഠിച്ചിട്ടില്ലല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഈ തന്തയ്ക്ക് പിറക്കാത്തവന്മാരെ അടിച്ച് ചുരുട്ടടാ.
ഓടി രക്ഷപ്പെടാൻ നോക്കിക്കോ. ചേട്ടാ കല്യാണം നടക്കുമ്പോഴേ ഒരു വെടിക്കെട്ട് നല്ലതാ. ചേട്ടൻ പോയേ, ചേട്ടൻ പോയേ. ഞാൻ മുതലാളി പ്രേമേന്ദ്ര, നീ തന്നെ മുഹൂർത്തം വാടാ. ആരും പേടിക്കണ്ട, ഇത് കരുതമാശാണ്. വെറുതെ തല്ലും പ്രേമേന്ദ്ര സമയങ്ങളെ താഴെ വിടണ മോനെ. എന്താ എന്താ കല്യാണം പൊടി പിടിച്ച് നടക്കട്ടെ. സ്റ്റണ്ട് ഞാൻ നിർത്തിക്കോളാം. എവിടെ കണ്ണപ്പൻ, എവിടെ ദാസപ്പൻ? മാറിക്കോ, മാറ്. അവന്മാരെ അടിച്ച് ശരിയാക്കി വേണം. പിടിച്ചോട്ടാ, പിടിച്ചോട്ടാ, പിടിച്ചോ. 1 3 അളിയ രക്ഷിക്കളിയ വെല്ലളിയ. ആ നടക്കട്ടെ. നല്ല സാമ്പാർ. ഇതിനാണ് ഇപ്പൊ അഴിച്ചു വിട്ടത്. സാമ്പാറൊന്നും ഇല്ലാണ്ട് തിന്നാ നിനക്ക് നന്നായി ഉരുട്ടി ഉണ്ടാറിയാം. നീയാണ് യഥാർത്ഥ കൊട്ടാരം വീടൽ. അത് ചുരുട്ട് കേട്ടാ അല്ലാത്തരെ. അടിയടാ. അയ്യോ, പെങ്ങള് രക്ഷിക്ക് പെങ്ങള്. വെല്ലളിയ രക്ഷിക്കളിയ. ഒരു പ്രശ്നമില്ല. കൊട്ടാരം വീടാ, ഞങ്ങളോട് ക്ഷമിക്കണോ? കൊട്ടാരം വീട് ക്ഷമിക്കാൻ അറിയില്ലടാ എന്ന് പറഞ്ഞു വെച്ച നിങ്ങളെ രണ്ടിനെയും അവർക്ക് വിടില്ല. നിങ്ങളെ ഞാൻ രക്ഷിക്കാടാ. അയ്യോ, അനിയൻ ബാബെ ചേട്ടൻ ബാബെ തമ്മിൽ തെളിക്കാൻ ഈ കൊട്ടാരം വീരന്മാര് ജീവിച്ചു നിൽക്കുമ്പോ ആരും നോക്കണ്ട. അല്ലേ പ്രേമേന്ദ്ര? എന്താ അടിച്ച് ചുരുക്കടാ.